ഇന്നത്തെ ആധുനിക റോഡുകൾക്കും തിരക്കേറിയ നഗരങ്ങൾക്കും വളരെ മുൻപ് മലബാർ തീരത്തെ ജലാശയങ്ങൾ ലോകത്തിലേക്കുള്ള ഒരു പ്രധാന വാണിജ്യ കവാടമായിരുന്നു. AD 52 പുരാതന തുറമുഖ നഗരമായ മുസിരിസിലേക്ക് നങ്കൂരമിട്ട ഒരു കപ്പലിൽ ഇന്ത്യയുടെ ആത്മീയ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇതാണ് കേരളത്തിലെ നോർത്ത് പരവൂരിലുള്ള സെന്റ് തോമസ് കോട്ടക്കാവ് ഫൊറോന പള്ളി. യേശുക്രിസ്തുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ വിശുദ്ധ തോമാസ് ലീഗ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നാണിത്. ഇത് ചരിത്രവും വിശ്വാസവും അത്ഭുതങ്ങളും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു പുണ്യ സങ്കേതത്തിലേക്കാണ് നാം ഇന്ന് യാത്ര ചെയ്യുന്നത്. ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹായുടെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയിലാണ് നാം ആയിരിക്കുക. പ്രത്യേകിച്ച് ജൂലൈ 3-ാം തീയതി ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഈ പള്ളി. നവനാൾ തുടങ്ങി 23-ാം തീയതി തുടങ്ങി 3-ാം തീയതിയിൽ അവസാനിക്കുന്ന തിരുനാൾ ആഘോഷം വളരെ മനോഹരമാണ്. ഈ പള്ളിയുടെ ചരിത്രം തോമാസ് ലീഹായുടെ പുണ്യസ്പർശനമേറ്റ് 52 സ്ഥാപിക്കപ്പെട്ടു തുടങ്ങിയതാണ്. നമുക്കറിയാം, മുസിരിസ് എന്ന പോർട്ടിൽ ഇറങ്ങി ആദ്യമായിട്ട് തന്നെ തോമാസ് ലീഹ വന്നത് ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തമനുസരിച്ച്, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ടുപിടുത്തമനുസരിച്ച് ഇവിടെ തന്നെയാണ് ആദ്യം വന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പർവൂർ ഫൊറോന പള്ളി കോട്ടക്കാവ് എന്ന് അറിയപ്പെടുന്നു. തോമാസ് ലീഹ ഇവിടെ എത്തി. തീർച്ചയായിട്ടും ആ ഒരു ദിവ്യ സന്ദേശം ഇവിടുത്തെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 52 കുരിശ് സ്ഥാപിച്ചു. ആ പുണ്യപ്പെട്ട കുരിശ് പഴയ ദേവാലയത്തിൽ വെച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലും പറവൂരിലും താമസിച്ചിരുന്ന യഹൂദ സമൂഹത്തോട് സുവിശേഷം പ്രസംഗിക്കാനാണ് തോമാസ് ലീഹ ആദ്യമായി എത്തിയത്. എന്നാൽ ഈ പള്ളി എങ്ങനെ ഉണ്ടായി എന്നതിന് വളരെ ആകർഷകമായ ഒരു പാരമ്പര്യ ചരിത്രമുണ്ട്. കോട്ടക്കാവ് പ്രദേശം സന്ദർശിക്കുന്നതിനിടയിൽ അപ്പസ്തോലൻ ഒരു പ്രാദേശിക ക്ഷേത്രോത്സവം കാണാനിടയായി. ഉത്സവത്തിൽ പങ്കെടുത്തവർ അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ തോമാസ് ലീഹ പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വീശുകയും ഒരു ആന വിരണ്ടോടുകയും ചെയ്തു. ഈ ദൈവീക മനുഷ്യന്റെ മുന്നിൽ ജനക്കൂട്ടം ഭയഭക്തികളോടെ മുട്ടുകുത്തി മാപ്പപേക്ഷിച്ച് ജനങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് തോമാസ് ലീഹ അടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് മുകളിലേക്കെറിഞ്ഞു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ വെള്ളം താഴെ വീഴാതെ ആകാശത്ത് അങ്ങനെ തന്നെ നിന്നു. ഈ അത്ഭുതം കണ്ട് വിസ്മയഭരിതരായ അനേകർ അപ്പസ്തോലന്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കുകയും ഈ കുളത്തിൽ വെച്ച് തന്നെ മാമോദീസ മുങ്ങുകയും ചെയ്തു. ഈ കുളം ഇന്നും ഒരു പുണ്യസ്ഥലമായി മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും തീർത്ഥാടകർ ഈ വെള്ളം തൊട്ട് പ്രാർത്ഥിക്കാനും ശ്ലീഹായുടെ തിരുനാൾ ദിനത്തിൽ തങ്ങളുടെ മാമോദീസ വ്രതങ്ങൾ നവീകരിക്കാനും ഇവിടെ ഒത്തുകൂടുന്നു. പ്രത്യേകമായിട്ട് 52 സ്ഥാപിച്ച് വീണ്ടും രണ്ടാമതായിട്ട് 840 പുതുക്കി പണിയുണ്ടായി. 1308 വീണ്ടും പണിയുണ്ടായി. 1789 ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ ഈ പള്ളിയും കുറേ കേടുപാടുകൾ ഉണ്ടായതാണ്. അതിനുശേഷം 1890 വീണ്ടും പണിതു. പിന്നീട് ഇപ്പോൾ കാണുന്ന ഈ പള്ളി പണിതത് 1938 അപ്പോൾ ഇതിന് പുറകിൽ തോമാസ് ലീഹ സ്ഥാപിച്ച ആ കുരിശും എല്ലാം നമ്മൾ പുണ്യപ്പെട്ടതായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രാൻസിസ് റോസ് മെത്രാപ്പോലിത്ത ഇവിടെയാണ് താമസിച്ചിരുന്നു. ഇവിടെയാണ് കബറടക്കം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ വ്യക്തികളുടെയും അല്ലെങ്കിൽ തോമാസ് ലീഹ തുടങ്ങി എല്ലാം പുണ്യപ്പെട്ട ഒരു പ്രദേശമാണിത്. ഈ തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഈ ദുഃഖ്രാന തിരുനാൾ ഇവിടെ ആഘോഷിച്ചു കൊണ്ടിരുന്നതാണ്. പാച്ചോറുമൊക്കെയായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് 2004 വിൻസെൻ്റ് പറമ്പത്തറച്ച് ഇരിക്കുമ്പോഴാണ് ഭക്ഷണം കൊടുക്കുവാനായിട്ട് നേർച്ച സദ്യയായിട്ട് ആരംഭിച്ചത്. അന്ന് 300 പേരൊക്കെ ഉണ്ടായിരുന്നെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഏകദേശം 13,000 പേരാണ് എല്ലാ വർഷവും ഇവിടെ നേർച്ച സദ്യ സ്വീകരിക്കുന്നതിനും ഒപ്പം തന്നെ ദിവ്യബലിയെ സംബന്ധിച്ച് വിശുദ്ധൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം യാചിക്കാനൊക്കെ എത്തുന്നത്. ഈ സമയത്ത് മാത്രമല്ല ഇവിടെ എത്തുന്നത്
നോമ്പ് കാലങ്ങളിലും മറ്റ് സമയത്തൊക്കെ ഒത്തിരി ആളുകൾ ഫോറിനേഴ്സ് അടക്കം ഇവിടെ എത്തുന്നുണ്ട് തോമാസ്ലിഹയുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിലൊന്ന് നിൽക്കാൻ. നമുക്ക് സമൂഹ മാമോദീസയും ജൂലൈ 3 നമ്മൾ നടത്തുന്നുണ്ട്. അപ്രകാരം ഒത്തിരി ആളുകൾ വന്ന് ദൈവാനുഗ്രഹം വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൂടെ കിട്ടുന്ന പുണ്യപ്പെട്ട പള്ളിയാണ് ഇത്. തീർച്ചയായിട്ടും തോമാസ്ലിഹയുടെ സ്നേഹമുണ്ടല്ലോ, ഇത്രയും യാത്ര ചെയ്ത് ഈ ഭൂമിയിലേക്ക്, ഈ പ്രത്യേകിച്ച് ഈ കേരള മണ്ണിലേക്ക് വരുവാൻ കാണിച്ച ആ സ്നേഹം നമുക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി. ആ കർത്താവിൻ്റെ സ്പർശത്തിൽ ഈ തോമാസ്ലിഹയെ കിട്ടിയ വലിയ അനുഗ്രഹമാണ് ആ ഈശോയുടെ ഹൃദയത്തിൽ ഒന്ന് കൈവയ്ക്കാനും അല്ലെങ്കിൽ സ്പർശിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം. തോമാസ്ലിഹ അങ്ങനെ ചെയ്തില്ല, പക്ഷേ വിശ്വാസമായി തീർന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്രമാത്രം സ്നേഹം നമുക്കും ഉണ്ടാകട്ടെ. നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാമോദീസ സ്വീകരിച്ച ഒരു ഹൈന്ദവ കുടുംബമാണ് പള്ളി പണിയാനുള്ള ആദ്യത്തെ സ്ഥലം ദാനം ചെയ്തു. അവിടെ തോമാസ്ലിഹ ഒരു കരിങ്കൽ കുരിശ് കൊത്തിയെടുത്ത് സ്ഥാപിച്ചു. പേർഷ്യൻ കുരിശ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പുരാതന കൽക്കുരിശ് ഇന്ന് പഴയ പള്ളിയിൽ ഭദ്രമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ക്രിസ്തുമതത്തിൻ്റെ ആദ്യ നാളുകളുടെ നിശബ്ദവും എന്നാൽ അടിയുറച്ചതുമായ ഒരു സാക്ഷിയായി ഇത് നിലകൊള്ളുന്നു. 2 വലിയ പള്ളികളുള്ള അപൂർവം സമുച്ചയങ്ങളിലൊന്നാണ്. 9-ാം നൂറ്റാണ്ടിൽ മാർ സാബോർ, മാർ അഫ്രോത്ത് എന്നീ കൽദായ മെത്രാന്മാർ പുതുക്കിപ്പണിത പഴയ പള്ളിയുടെ 1790കളിലുള്ള രൂപമാണ് നാം ഇന്ന് കാണുന്നത്. ഇതിൻ്റെ അൾത്താരയ്ക്ക് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഗ്രിഗോറിയോസ് 13-ാമൻ മാർപ്പാപ്പ ഇതിനെ ഒരു പ്രിവിലേജ്ഡ് അൾത്താരയായി പ്രഖ്യാപിക്കുകയും ഇവിടെ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് പ്രത്യേക ആത്മീയ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. ഈ ചരിത്ര പ്രസിദ്ധമായ പള്ളിയുടെ തറയ്ക്കടയിലാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ലത്തീൻ മെത്രാനായിരുന്ന ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് റോസ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ദൈവപുത്രനും ലോകരക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടതും ധീരനുമായ ശിഷ്യനായ വിശുദ്ധ തോമാസ്ലിഹായാൽ സ്ഥാപിതമായ പറവൂർ കോട്ടയ്ക്കാവ് സെൻറ് തോമസ് ഫൊറോന പള്ളി ഇന്ന് ദുഃഖ്രാന 1954 ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവനാൾ ജൂൺ 23-ാം തീയതി ആരംഭിച്ചു. ജൂലൈ 1-ാം തീയതിയാണ് കൊടിയേറ്റം. കൊടിയേറ്റത്തിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുക ഈ ഫൊറോന പള്ളിയുടെ കീഴിലുള്ള സെൻറ്റ് ജെർമൻസ് കച്ചേരിപ്പടി പള്ളിയിൽ നിന്നാണ്. മാർത്തോമ പതാക പ്രയാണയാത്ര എന്നാണ് അത് അറിയപ്പെടുന്നത്. കച്ചേരിപ്പടി പള്ളിയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ റാലിയായിട്ട് കോട്ടയ്ക്കാവ് പള്ളിയിൽ എത്തിച്ചേരുകയും അതിനുശേഷം വികാരിയച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ വടക്കമ്പാടനച്ഛൻ കൊടിയുയർത്തുകയും ചെയ്യും. അതിനുശേഷം വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കും. ജൂലൈ 2-ാം തീയതിയാണ് വേസ്പര ദിനം. വേസ്പര ദിനത്തിൽ വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് നൊവേനയുമുണ്ട്. 1954 ദുഃഖ്രാന തിരുനാൾ ജൂലൈ 3-ാം തീയതിയാണ്. ജൂലൈ 3-ാം തീയതി 9 മണിക്ക് നമ്മുടെ തീർത്ഥക്കുളത്തിൻ്റെ സമീപത്ത് നിന്ന് സമൂഹ മാമോദീസായും അതിനുശേഷം മാമോദീസ നവീകരണവുമുണ്ട്. 100 കണക്കിന് വിശ്വാസികൾ ആ കർമ്മത്തിൽ പങ്കെടുക്കുകയും തങ്ങളുടെ മാമോദീസ വ്രതം പുതുക്കുകയും ചെയ്യുന്ന വളരെ മഹനീയമായ ഒരു കർമ്മമാണത്. അതിനുശേഷം നമ്മുടെ ഈ കോട്ടയ്ക്കാവ് പള്ളിയിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കുന്നതാണ്. അതിനുശേഷം പള്ളി ചുറ്റി പ്രദക്ഷിണവും ഏതാണ്ട് 12 മണിയോടുകൂടി നേർച്ച സദ്യ വെഞ്ചിരിപ്പും അതിനുശേഷം ആയിരക്കണക്കിന് ആൾക്കാർക്ക് നമ്മൾ ഭക്തർക്കും സമീപവാസികൾക്കുമെല്ലാം നമ്മൾ നേർച്ച സദ്യ വിളമ്പുന്നതാണ്. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ ഒരു വലിയ പള്ളി ആവശ്യമായി വന്നു. 1911-നും 1938-നും ഇടയിൽ പണി കഴിപ്പിച്ച പുതിയ പള്ളി ഒരു വാസ്തുവിദ്യാ വിസ്മയമായി നിലകൊള്ളുന്നു. ഇവിടെ ഒരു പുണ്യ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നു. ഇറ്റലിയിലെ ഓർത്തണോയിൽ നിന്ന് കൊണ്ടുവന്ന സാക്ഷാൽ തോമാസ്ലിഹായുടെ അസ്ഥിയുടെ ഒരു ഭാഗം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സംശയിക്കുകയും പിന്നീട് ക്രിസ്തുവിൻ്റെ മുറിവുകളിൽ സ്പർശിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറയുകയും ചെയ്ത ആ മനുഷ്യൻ്റെ
ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലാണ്. ഈ വർഷത്തെ ഈ ആഘോഷത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. കാരണം നമ്മുടെ പള്ളി മനോഹരമായ ലൈറ്റുകളാലും പെയിൻറ്റിങ്ങും എല്ലാം ചെയ്ത് സമീപ ബിൽഡിങ്ങുകളെല്ലാം പെയിൻറ്റ് ചെയ്ത് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. വളരെ വിപുലമായ ഒരു കമ്മിറ്റിയാണ് ഈ വർഷം ഈ നേർച്ച സദ്യയ്ക്കും ഈ ദുഃഖ്രാന തിരുനാളിന് ആഘോഷത്തിനുമായിട്ട് ഇടവക ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ ഈ തിരുനാളുകളിൽ പങ്കെടുക്കുവാനും ആ വിശുദ്ധൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനുമായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ കോട്ടയ്ക്കാവ് പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് കോട്ടക്കാവ് ഫൊറോന പള്ളി വെറുമൊരു ചരിത്ര സ്മാരകമല്ല, അത് ജീവിക്കുന്ന സ്പന്ദിക്കുന്ന ഒരു സമൂഹമാണ്. ജൂലൈയിലെ വലിയ ദുഃഖ്രാന തിരുനാൾ മുതൽ ശാന്തമായ ചാപ്പലുകളിൽ മന്ത്രിക്കുന്ന ദൈനംദിന പ്രാർത്ഥനകൾ വരെ വിശ്വാസം ജീവിതമാക്കി മാറ്റുന്ന ഒരിടമാണിത്. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ തിരുനാളിന് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥം ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.